ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൺഡേ കൊണ്ട് നമ്മൾ മാർക്കറ്റ് വരെ പോവുകയാണേ. ഇവിടെ ടൗണിൽ വരെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഒരാൾ പറയാം, ഈ തേങ്ങായും വെളിച്ചെണ്ണയും മേടിക്കാൻ എന്ത് വ്ളോഗ് ചെയ്യാനാണ്, എൻ്റെ ആളങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ടാർസൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ, കൂട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു വീഡിയോ എടുക്കണം. അവന് കുറേ സ്പെഷ്യൽ ഫുഡൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫുഡൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സാധാരണ ഇവനെ കൊണ്ടുപോകുന്നത്, പക്ഷേ മഴ കാരണമേ, മഴയുണ്ടെങ്കിൽ പണിയാണ്. മഴയുണ്ടെങ്കിൽ ഇവന് നനഞ്ഞു പോകും. ടാർസ പോയിട്ട് വരാവേ കേട്ടാ. ഇതെല്ലാം മഴ ചെറുതായിട്ട് തൂളി തുടങ്ങി. എന്നാലും നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലോക്കൽ വഴിയില്ല, ആ വഴിക്കൂടാണ് നമ്മൾ പോകുന്നത്. പോയേക്കാം. അപ്പോൾ എൻ്റെ റൈഡർ ശ്രീപ്രിയ വണ്ടി സ്റ്റാർട്ട് ചെയ്താ കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടുകാരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കുന്നത്? വണ്ടി എടുത്തു പതുക്കെ പോയാലും പറയും, ഞാൻ സ്പീഡിൽ പോയിട്ട് വീണോ, സ്പീഡിൽ പോയാലും പറയും. വഴികളൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കും കേട്ടോ. പ്രത്യേകിച്ചൊന്നും തുടർച്ചയായിട്ട് ഇവിടെ മഴയുള്ളതുകൊണ്ട് ഈ വഴികളൊക്കെ ഈ മണ്ണും ചെളിയൊക്കെ നിറഞ്ഞിട്ട് മൊത്തം കുളമായിട്ട് കിടക്കും. നമ്മുടെ സ്കൂട്ടറിൽ നമ്മൾ വീഴുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാളങ്ങനെ വീണു കേട്ടോ. വെള്ളം കുറഞ്ഞല്ലോ. തോടുണ്ട്, പക്ഷെ തോട്ടിൽ അധികം ഒഴുക്കൊന്നും വേണ്ടില്ല, വെള്ളമൊന്നും വേണ്ടില്ല. തോട്ടിൽ ഒഴുക്കാവുകയാണെങ്കിൽ നമ്മൾ ടാർസനെ കൊണ്ട് കുളിപ്പിക്കാന്നുള്ള ഇതൊക്കെ. അത്യാവശ്യം ഒഴുക്കുണ്ട്, എന്നാലും നമ്മുടെ ടാർസന് കുളിക്കാനുള്ള അത്ര ഇതായിട്ടില്ല. ഇതുണ്ട്, ഈ വീടിരിക്കുന്നുണ്ട്, എന്ത് ഭംഗിയാണ്. ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട്, എന്നാലും നമുക്ക് സാധനം മേടിക്കണ്ടല്ലോ, നമുക്ക് ഒരു സാധനം മേടിക്കാം അല്ലേ. ഈ വഴി കൂടെ ഞങ്ങൾ എടുക്കാൻ പോണോ തിരിച്ച് 4 മണിയൊക്കെ ആകുമ്പോഴേ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ജംഗ്ഷനിൽ പോകുമ്പോഴത്തേനും അവിടെ കുറുനരികളെയൊക്കെ കാണാറുണ്ട്. 4 ആവണ്ട, വൈകിട്ട് 7 മണിക്കും 8 ഒക്കെ കാണും. കൊണ്ടുവരാൻ വരുമ്പോഴും ഒക്കെ കാണാറ്. പോയി റെയിൻകോട്ട് എടുക്കണം. ഏതായാലും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, പോട്ടെ. മഴ പെയ്യില്ലാന്ന് വിചാരിക്കുന്നു. സ്കിഡ് ആവാൻ ചാൻസ് ഭയങ്കര. ഈ വഴിയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ മഴ വരുമ്പോൾ അവിടെയൊക്കെ വെള്ളമുള്ള കേട്ടോ. ആ തോട്ടി വെള്ളമാ, നല്ല രീതിയിൽ അത് വെള്ളം പൊങ്ങി വരും. കുറച്ച് മൺവഴി, കുറച്ച് ടാറിങ് റോഡ്, അങ്ങനെയാണ് ഇവിടുത്തെ റോഡിൻ്റെ രീതി കേട്ടോ. ഇവിടെ തെന്നി വീഴുന്ന സ്ഥലം കേട്ടോ, സൂക്ഷിക്കണം. ഇവിടെ അല്ല മെയിൻ തെന്നൽ ഇവിടെയാണ്. ഏത് സൈഡിൽ കൂടെ പോയാലും തെന്നു. അതാണ് ഞാൻ തെന്നാത്ത വഴി. ഇവിടെ വലിയ കുഴപ്പം. ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് റോഡ്. നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഇതല്ല, വേറെ 2 വഴിയും കൂടെ ഉണ്ട്. ആ വഴിയിൽ ഒരു വഴി കൂടെ പോകേണ്ട കാര്യം ഇപ്പം ഇല്ല, നമ്മൾ വേറെ റൂട്ടാണ് പോണത്. പിന്നെ മറ്റേ വഴിയിലാണ് ഞാൻ തെന്നി വീഴുന്ന സ്ഥലം, അതുകൊണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല. ഈ വഴി കോൺക്രീറ്റ് ചെയ്ത വഴിയല്ലേ, ഇവിടെയൊക്കെ കുറച്ച് ഡേഞ്ചർ എന്താണെന്നറിയോ, പാല് കണ്ടോ റോഡിലെ. ഇവിടെ ഒരിടത്ത് ഞാൻ ഇന്നലെ തെന്നിയായിരുന്നു, എവിടെയോ കയറി വന്നിടത്ത്. ഈ സ്കൂട്ടറിനെ വലിപ്പം ഉണ്ടെങ്കിലും ഇല്ല, ടയർ പെട്ടെന്ന് സ്കിഡ് ആവുന്നുണ്ട്. ഇത് ഇവിടെ കണ്ട, ഇവിടെ ഇന്നലെ ഞാൻ തെന്നിയ പാടാ കിടക്കുന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സാധനത്തിന് ഒരു കുറവില്ല കേട്ടോ. ചക്ക, മാങ്ങ, തേങ്ങ, എല്ലാ സാധനത്തിൻ്റെ സീസണാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വീടുകളിലും ചക്കപ്പുഴുക്കായിരിക്കും കേട്ടോ. ചക്കപ്പുഴുക്ക, ചിക്കൻ കറി, പിന്നെ ചിക്കൻ ബീഫ്. ചിക്കൻ കഴിക്കാത്തവരും ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ ചെന്നാൽ ചക്കപ്പുഴുക്കും മുളക് പൊട്ടിച്ചത്. റോഡിൽ മറ്റേ ആഞ്ഞിലിക്കാവളൊക്കെ വീണ് കിടന്നിട്ടേ സ്ലിപ്പായി പോകും. നമ്മളെ വിചാരിക്കില്ല, പെട്ടെന്ന് എവിടെപിടിയെന്നായിരിക്കും വണ്ടി വീഴുന്നത്. അവിടെയും കണ്ട് ആഞ്ഞിലിച്ചൊക്കെ കുറേ വീണ് കിടപ്പുണ്ട്. റബ്ബർത്തോട്ടങ്ങളാണോ? അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റൈഡർ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കാൻ. പതി ഓടിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് 40 പോലും പോകുന്നില്ല പ്രേക്ഷകരോട്. ഒന്നും പറയാനില്ല. ഈ വണ്ടി സ്കിഡായി പോകരുതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. ആദ്യമായിട്ട് കടല വേണ്ട, ആദ്യം ഇവിടെ ആളല്ലേ. തിരിച്ചു വരുമ്പോൾ ഇവിടെ എങ്ങോട്ടൊരു പച്ചക്കറിക്കട ഉണ്ടായിരുന്നല്ലോ, ഇതെവിടെയായിരുന്നു?
നമ്മുടെ നവീൻ ബേക്കറി ഉണ്ടോ കേട്ടോ, അവിടുത്തെ നല്ല ഐറ്റങ്ങൾ, എല്ലാ സാധനങ്ങളും കേട്ടോ. മിക്സ്ചർ, അലുവ, കേക്ക്, എല്ലാ സാധനം അടിപൊളി സാധനം. നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ടോണ്ടേ നമ്മുടെ ക്യാമറ നോക്കി അതാണ് അല്ലേ. നേരെ പോട്ടെ. ഇവിടെ ആണല്ലോ മീൻകട അല്ലേ. രാവിലെ ഇടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. മീൻകട എത്തി കേട്ടോ. ഇവിടെ കുറെ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. എല്ലാരും എന്റെ നേരെയാണല്ലോ. അങ്ങനെ നമ്മൾ മീൻ മേടിക്കാൻ വന്നതാണ്. മീനിൻ്റെ വില കേട്ടോ. മത്തി 240, അയില 300, കിളി 300. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇത് മേടിക്കാൻ പോയി. ഇതെന്താ മീൻ? അത് കിരിയാനാണോ? നമുക്ക് വേറെ മീൻ വാങ്ങിക്കണം. ഏതാ? നമുക്ക് വല്ല മീൻ വറക്കാൻ വാങ്ങിക്കണം. 1/2 കിലോ. വേറെ ഏതെങ്കിലും വാങ്ങണോ? കൊഴുവ വാങ്ങിക്കണോ? കൊഴുവ വാങ്ങിക്കണോ? കൊഴുവ വേണ്ട. ഇത് 1/2 കിലോ ചാള വറക്കാൻ വാങ്ങിച്ചാലോ? ചാള മതിയോ? 1/2 കിലോ ചാളയും കൂടി എടുത്തോളാം. താമസമുണ്ടോ? നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് ഒരാൾക്ക് വണ്ടി തിരിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇങ്ങനെ കട്ടിങ് ഒക്കെ വരുമ്പോൾ പുള്ളിക്കാരത്തേക്ക് വണ്ടിയൊക്കെ തിരിക്കാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയല്ല, ഇത് കാലെത്തൂല. പിന്നെ കാലെത്തത്തില്ല, അതാണ് പ്രശ്നം. ബോഡി എടുത്താൽ കുഴപ്പമില്ല. കാലെത്തിയില്ലെങ്കിൽ ഞാൻ കാലെത്തിച്ച് കട്ടിങ്ങിലോട്ട് കയറ്റിയോ? കയറ്റി എങ്ങനെ നിർത്താം? അപ്പോൾ ഞാൻ കയറിക്കോളാം. എങ്ങനെ മേടിക്കണം? മറ്റേ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് മേടിക്കണം അല്ലേ? അങ്ങനെ 2 സാധനം. മറ്റേ സൂപ്പർ മാർക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ പോവായിരുന്നു. സൂപ്പർ മാർക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. ഇപ്പോൾ സൺഡേ ഇപ്പം അങ്ങനെ ഇവിടെ അധികം കടകളൊന്നും തുറക്കാം. കുറേ വണ്ടി ഉണ്ടോന്ന് നോക്കുന്നത്. ഇവിടെയുള്ള കടകൾ കയറാം. വേദന കിട്ടും. നമ്മൾ ടാക്സറെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ചൂരൽ മേടിച്ചു കേട്ടോ. അടിയൊന്നും കൊടുക്കത്തില്ല, വെറുതെ പേടിപ്പിക്കാം അല്ലേ. ഞാനാ മര്യാദ പഠിപ്പിക്കുന്ന അല്ലേ. ചെറിയൊരു വടി വേണ്ട, അങ്ങനെ അടിക്കൊന്നും വേണ്ട. വേണ്ടോ? 20 രൂപ ഒരു ചൂരൽ പേടിപ്പിക്കാനായിട്ട്, പേടിപ്പിക്കാൻ വേണ്ടി. വടി അങ്ങനെ ഓടിക്കുക, ചൂരൽ വടിയാണ്, കുഴപ്പമില്ല. കടിച്ച ഓടിക്കോ? ചൂരൽ വടിയൊക്കെ മേടിച്ച ആനക്കെട്ട് അടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ആനക്കെട്ട് അടി കൊടുക്കുന്നത് കേരള. ഓഹോ, അതിൽ തിരിക്കണമെങ്കിലാണ് പാട്. ഞാൻ പോട്ടെ പോട്ടെ, വണ്ടി വരുന്നുണ്ട്. പോട്ടെ, എടുത്തോ, കുഴപ്പമില്ല. ഇത്രയും വണ്ടി വരുന്നു. കാരനും തെറ്റുമല്ലോ. നമ്മൾ ലോക്കൽ വഴിയിലേക്ക് കയറി. ആ മീൻകടയിലെ ചേച്ചി ഉണ്ടല്ലോ, വീഡിയോ എടുക്കുമ്പോൾ നോക്കിക്കോണ്ടിരിക്കുക. നീ വല്ല പ്രശ്നമാണോ എന്നുള്ള രീതിയിലേ. ഇവിടെ കുറെ ബ്ലോഗർമാരൊക്കെ കുറവാട്ടോ. അതുകൊണ്ട് ഉണ്ടെന്നാൽ എല്ലാവർക്കും ഈ പബ്ലിക്കിലൊക്കെ വന്ന് എടുക്കുമ്പോഴേ കുറച്ച് മടി വരും. നമ്മളങ്ങനെ മടി കാണിക്കാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പോകും. ഇതിനടി ഇതിനകത്തുണ്ടല്ലോ ചൂര്. ഇവിടെ ഒരു ഓറഞ്ച് മരം, ഓറഞ്ചാണെന്നറിയില്ല, നല്ല ഭംഗിയുണ്ട്. കുറേ ഇവിടെ പുളിയുള്ള സൈസ് സാധനമാണെന്നല്ല, വീടിൻ്റെ വാക്കിൽ നല്ല ഭംഗിയാണ് ഉണ്ടാകുമ്പോഴേ. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒന്നും കിളുത്ത് വരില്ല അല്ലേ. ചിലപ്പോൾ നടാതെ തന്നെ കിളുത്ത് വരുമെന്നേ. അവർ വീട് വെക്കുന്നതിന് മുന്നേ തന്നെ അവിടെ കാണുമായിരിക്കും. അത് പഴയ മരം, ഒത്തിരി വലുതല്ലോ, പഴയ വലുത്. അതാണ് അവിടെ ചിലപ്പോൾ കിളുത്ത് വന്നത് അവർ കളയാതെ അന്ന് വീട് വെച്ചായിരിക്കും. പക്ഷെ നല്ല രസം അതുണ്ടായി നിൽക്കണം. പക്ഷെ അവർ പറിക്കണമില്ല. ഞങ്ങൾ ഈ വഴി കൂടെ വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ വഴി നല്ല ഭംഗിയുണ്ട്, പച്ചപ്പും മറ്റേ വഴിയേക്കാളും അല്ലേ. വീഴാൻ സാധ്യത കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. ഇതുണ്ടല്ലേ, കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെ ഉണ്ടോ? അതുകൊണ്ടോ രാത്രി പന്നിയുണ്ട്, പെരുമ്പാമ്പുണ്ട്, കുറുക്കനുണ്ട്, കുറുനരി. ചിലപ്പോൾ കുരങ്ങനെ വല്ലപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ഒരു കുരങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ മയിലുണ്ട്. ഈ കുരങ്ങന്മാരെന്താണെന്നറിയോ, ലോഡ് വണ്ടിയില്ലേ, ലോഡ് വരുമ്പോഴേ ആ വണ്ടിയെ കയറി. അതല്ല നേരെ ശബരിമല സീസണൊക്കെ വരുമ്പോഴാണ് കൂടുതലും ആളുകളെ അവരുടെ വണ്ടിയെ കയറിയിട്ട് അവരിങ്ങനെ ചായ കുടിക്കാനൊക്കെ നിർത്തുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെയാണ്.
കുറുനരി ഇഷ്ടം പോലെ ഇവിടെ ഒരു വീടുണ്ടേ. അപ്പോൾ പണ്ട് ഇവിടെ റബ്ബറൊക്കെ വന്നാൽ കുറച്ച് ഇരുട്ടായിട്ട് കിടക്കുമായിരുന്നു. പ്രേതാലയം പോലെ ഒരു വീട്. ഞങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കുക. പ്രേതാലയം പോലെ ഇരിക്കും, നമുക്ക് പേടിപ്പെടുത്തും. അതുപോലെയാണ് വീടിൻ്റെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ. പണ്ട് ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഈ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. അങ്ങനെ ആരും ഈ വഴി കൂടെ വരില്ലായിരുന്നു. ഇവിടെ വീടുകളുള്ളവർ മാത്രമേ ഈ വഴി കൂടെ യാത്ര ചെയ്യുള്ളായിരുന്നു. ചക്ക അടക്കുന്നുണ്ടോ? ഓ എന്ത് വലിയ ചക്കയാണ്. ചക്ക സീസൺ. വീട്ടുകാർ കേട്ടാ നമ്മളെ ഓടിക്കും കണ്ണ് വെച്ചെന്ന്. ചക്കയ്ക്ക് കണ്ണ് കിട്ടിയല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണ് വെച്ചതാണോ എന്നൊരു സംശയമുണ്ട്. ആ ഒരു വലിയ ചക്ക ഇന്നലെ വീണില്ലേ നമ്മുടെ അവിടെ. പകല് വന്ന് ഇവിടുത്തെ മണ്ണ് കോരിക്കളഞ്ഞാൽ എന്തൊരു കഷ്ടമേ. ഓ അത് കോരിക്കളഞ്ഞിട്ടും കാര്യമില്ല. മഴ വരുമ്പോഴേ ഭയങ്കര സ്കിഡാവാൻ ചാൻസ് കൂടുതൽ. വെള്ളത്തിൻ്റെ കൂടുതൽ വരുന്ന ഇവിടെ ഒരു ചെറിയ തോടാട്ടോ. ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ചക്ക ഇവർക്ക് ഓരോ ചക്ക വരയ്ക്കേണ്ടപ്പോൾ താഴേന്ന് കൈകൊണ്ട് വരച്ചാൽ മതി. ദൂരം ചക്ക നമ്മുടെ പ്ലാവിലൊക്കെ ചക്ക ആകാശത്താണ്. അതുകൊണ്ട് എവിടെയാണ് വെള്ളം ഒഴുകുന്നത് മഴ വരുമ്പോഴേ. നല്ല മഴ വരുമ്പോൾ വഴി കൂടെ വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇറക്കാൻ പറ്റൂല, വെള്ളമാണ്. ആളുകളിവിടെ കൊണ്ട് വണ്ടിയൊക്കെ കഴുകും അല്ലേ? കഴുകും. പിന്നെ നല്ല വെള്ളമല്ലേ, നന്നായിട്ട് വെള്ളം. ഇതുണ്ട് ആ വീട് കണ്ട് എന്ത് ഭംഗിയാണ് നോക്കി. ആ പഴയ രീതിയിൽ ഓടൊക്കെ ഇട്ട്. അധ്യാപകൻ്റെയും അധ്യാപികയുടെയും മരങ്ങളൊക്കെ വെട്ടി കേട്ടോ. ഇവിടുത്തെ മരം വെട്ടിയിട്ട് തടി പിടിക്കാൻ വേണ്ടി വന്ന ആനയതാ മറ്റേ തേക്കുംതോട്ടത്തിൽ മീര. തേക്കുംതോട്ടത്തിൽ മീര. അതിൻ്റെ ചെറിയ റീൽസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് റോക്കി രാത്രി ഓടിപ്പോയ സമയത്ത് ഞങ്ങൾ രാത്രി ഈ വഴിയൊക്കെ വന്ന് നോക്കി റോക്കി എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. റോക്കി നമ്മുടെ വീടിൻ്റെ അടുത്ത് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ആൾ വന്നു. ഞങ്ങൾ ഈ വഴിയൊക്കെ വെട്ടമടിച്ച് പോകാത്ത വഴികളില്ല. വഴി അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ആ കിണറ്റിലൊക്കെ പോയി നോക്കി. ചാർസിനെ കുളിപ്പിക്കാനുള്ള വെള്ളം ഉണ്ടോ എന്ന് നോക്കിയാൽ ഒഴുക്കില്ല വെള്ളത്തിന്. ഞങ്ങളൊരു വെള്ളം ഇല്ല. കഴിഞ്ഞ ദിവസം പക്ഷെ ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കുളിപ്പിക്കാൻ പോയപ്പോൾ ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പം ഈ വഴി കൂടെ നമുക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ വന്ന വഴി നമ്മുടെ കുളം കണ്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. ഗേറ്റ് തുറക്കട്ടെ. ബാ പോട്ടെ. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മലസ്റ്റോമ കണ്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ ഇത് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. എന്നിട്ട് ഞാനെടുത്ത് അതിന് ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുക. എന്ത് ഭംഗിയാന്ന് നോക്കി. നിറയെ പൂക്കളാണ്. രണ്ട് രീതിയിലുള്ള പൂക്കളാണ് കേട്ടോ. ഇത് ലൈറ്റ് കളറ്, ഇത് കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂ. നമ്മുടെ ടാർസൻ്റെ അടുത്ത് വരുന്ന പോയിട്ട് വരാം. ടാർസാ പിന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ദേഹത്തൊക്കെ ചാടി കയറാം കേട്ടോ. അങ്ങനത്തെ ഒരു രീതി ആൾക്ക്. ടാർസാ നിങ്ങളുടെ ഉണ്ടായിരുന്ന ഞാൻ കുളമായേനെ കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ താഴെ പോകാനെ. പാത്രമായി ആദ്യം ഒരു മൺപാത്രം ഇട്ട് കൊടുത്ത് അത് മുഴുവൻ ആൾ കടിച്ച് കുളമാക്കി കളഞ്ഞ്. ഇപ്പോൾ ഏതാണ്ട് സ്റ്റീൽ പാത്രം ഇട്ട് കൊടുത്തിരിക്കുക. സ്റ്റീൽ പാത്രം അതുപോലെ കടിച്ച ആൾ ഇരിക്കുമ്പോൾ പല്ലിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതെ ടാർസാ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ആളെ ഭയങ്കര ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ആൾ ഇവിടുത്തെ മണ്ണെല്ലാം ചവിട്ടി കയറി അഴിച്ചു വിട്ടേ വണ്ടിയെ വന്ന് കയറും. വേണ്ട എൻ്റെ പാൻ്റെ കുളമാക്കോ. ഇല്ല ഇങ്ങോട്ട് വന്നോളും. വണ്ടി വരുമ്പോൾ കയറിക്കോളും. ഞാൻ തിരിച്ചു തരാം. ഇവനെ എങ്ങനെ പിന്നെ അയച്ചു വിടാം. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് എന്നിട്ട് അയച്ചു വിടാം. ഡ്രസ്സ് മാറ്റിട്ട് അല്ല ഇതേ ചാടി കയറുന്നു. ഇങ്ങോട്ട് വന്നോളൂ. മൊത്തം കുളമാ. ഒന്നാം വണ്ടി കാണുമ്പോൾ ഇങ്ങോട്ട് കയറിക്കോളൂന്ന്. ആളെ തുറന്നു വിടുമ്പോൾ കാണണം. ആള് വണ്ടി കാണുമ്പോൾ റൈഡ് പോവാം. കയറിക്കോ ബാ കയറി. യെസ് നമുക്ക് പോവാം. ആള് വണ്ടിയെ കയറി. ഇവിടെ ഇരുന്നോണേ. ഇരിക്കവിടെ.
ചാടരുത്, കെട്ടിയിട്ടില്ല. അങ്ങനെ ടാർസൻ വണ്ടി കയറി കേട്ടോ. ഇറങ്ങില്ല, ചാടില്ല ചാടില്ല ചാടില്ല. ഞാൻ വളച്ചോളാം, നീ വളയ്ക്കണ്ട. എങ്ങനെണ്ടാ ഇപ്പൊ മര്യാദക്ക് ഇരിക്കും. അവിടെ കൊണ്ടുവിടാം. ചാടി കയറില്ല, ചാടി കേറ്. ബാ ഇവിടെ കേറി ഇരിക്കി. അവിടെ സിറ്റ്. അവിടെ ഇരിക്കും. ബാ കേറാ, വണ്ടി കേറ്. ജാസൻ അവിടെ കേറ്. എന്റെ പാന്റ് കുളം. ഇവിടെ വാ. അവിടെ പോ, അവിടെ പോ. കളിക്കാൻ ചെല്ലുമ്പോഴേ വിളിക്കായിരുന്നാ മതി. ബാ അവിടെ ഇരുന്നോ കേട്ടോ. ഇരുന്നോ അവിടെ ഇരിക്കും മോനെ. കൂട്ടി കയറ്റിയേക്ക്. എടാ നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാടാ ഇനി കാല് വെക്കുന്നത്? കാല് വെക്കാൻ പറ്റുമല്ലോ. കൂട്ടിപ്പോയി ഡ്രോപ്പ് ചെയ്യാം. കൂട്ടിലോട്ട് പോട്ടെ വണ്ടി. കൂട്ട് വരെ കൊണ്ടു നമുക്ക് കയറട്ടെ, കൂട്ടി കയറട്ടെ. പിടിച്ചോ, തൊള്ളേ പിടിച്ചോ. ഇത്രയും സൗകര്യമുള്ള പട്ടി ഏതോ ഉള്ളു കൂട്ടിക്കയറാൻ. നെല്ല് നീ ടാസിനെ കൂട്ടി കയറ്റുന്ന ജോലിയാണ്. ടാസിനെ ഇങ്ങനെ അതിന്റെ സ്പെഷ്യൽ ഫുഡൊക്കെ ഞാൻ ഇപ്പോൾ ആളുകളെ ഒന്ന് കാണിച്ചു കൊടുത്തത്. പിന്നെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ രാത്രി കൊടുക്കാൻ ഇന്നലെ ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പുട്ടും മീൻകറിയും കഴിച്ചു. ഇതേ പാത്രം കാലിയൊക്കെ വെച്ചിരിക്കുന്നു. മീൻകറിയും കഴിച്ചു. കേറങ്ങോട്ട്. ഇതെന്നെ ടാസ് ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് കേറാ. ഇവന് കൂട്ടി കയറ്റുമ്പോൾ ഇതാണ് സ്ഥിരം പരിപാടി. ടാസ കേറാ. കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നാടൻ്റെ പവർ. നാടൻ ഡോഗ്. ഇതാണ് ഇന്ത്യൻ ഡോഗ് കേട്ടോ. നല്ല നമുക്ക് ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അതാ ട്രെയിൻ ചെയ്ത് അതോടെ നമ്മുടെ കാര്യം. കൈ കടിച്ചു പിടിച്ചിരിക്കുക. അടച്ചോ, കൂടെ അടച്ചോ. അയ്യോ ടാസ നിന്റെ ഫുഡ് ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. പുട്ടും മീൻകറിയും കഴിച്ചു കുട്ടി. ടാർസൻ്റെ ഫുഡ് ഞാൻ എടുക്കാൻ പോവാം. എടുത്തോണ്ട് വരാം കേട്ടോ. നമ്മുടെ ടാർസന് മേടിച്ച ബിസ്ക്കറ്റ് കേട്ടോ. ബിസ്ക്കറ്റ്, ചെറിയൊരു ചൂയിസ് സ്റ്റിക്ക്, പിന്നെ ഗ്രേവി. നമുക്ക് ഈ സാധനം ഒന്ന് കൊടുത്തു നോക്കാം ആൾക്ക്. ഇതിങ്ങനെ ചെറിയൊരു ഉണ്ടോ സ്റ്റിക്ക് പോലെ ഇരിക്കുക. അത്യാവശ്യം എന്തൊരു ഫിഷിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് ഡോഗിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം ആൾക്ക്. ഈ സാധനം ഒന്ന് കൊടുത്തു നോക്കാം. ടാസ നീ ഇപ്പോൾ കല്ലല്ലേ കടിക്കാറുള്ള? സൺഡേ സ്പെഷ്യൽ. കടിച്ചോണ്ട് കിടന്നു. ആൾക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീടിന് വെളിയിൽ കിടക്കുന്ന മെറ്റൽ വരെ ആൾ കടിച്ചെടുത്തോണ്ടിരിക്കുക. പതിയെ കഴിക്കുക. ഇനിയിപ്പോണ്ട് തരാം. പതിയെ കഴിച്ചാൽ മതി. ആളങ്ങനെ കൂടിനുള്ളിലൊക്കെ ആൾ ഒന്നും കാര്യം സാധിക്കത്തില്ല കേട്ടോ. ആളെ വെളിയിൽ പോയെല്ലാം ചെയ്യത്തുള്ളൂ. ആൾ ആ സമയമാകുമ്പോൾ വിളിക്കും, നമ്മളെ വിളിക്കും. ഇല്ലാടാ ടാർസ, വിളിക്കത്തില്ല നീ? ഇവന് ഈ മണ്ണൊക്കെ തിന്നിട്ടേ ഇവൻ്റെ സ്കിന്നിനൊക്കെ ചെറിയൊരു പ്രശ്നം വന്നു. സ്കിന്ന് ചെറുതായിട്ട് പോയി. അവിടെ നിന്നാൽ മതി. കളിക്കല്ലേ. ആളുടെ കളി കണ്ടോ? ഇതുണ്ടോ? ചാടിക്കാറല്ലേ? എൻ്റെ പാൻറ്റ് വെള്ള പാൻറ്റ്, അത് കുളമാവും. വെള്ളം കുടിക്കേ. മടുത്തു കേട്ടോ. മഴയാണെങ്കിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ടാർസൻ്റെ കൂട്ടത്തിലുള്ള കളിയും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ബൈ.